അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ പുറത്ത് പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇന്നലെ ഗൂഗിൾ ആഡ്സെൻസ് എന്നൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അനിയനാണിത് വീഡിയോ എടുത്തിട്ട് ഇട്ടെന്ന് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻ നമ്പറാണ്. അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ ആഡ്സ് കാണിക്കില്ലേ, അതിൻ്റെ പേയ്മെൻറ്റും കൂടി കയറാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ആക്ടിവേഷൻ കോഡാണ്. അപ്പോൾ അത് മെയിൽ വന്നതാണ്. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഒരു സംഭവം മെയിലൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാനൊരാളായി, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ എവിടെയൊക്കെ എത്തി എന്നുള്ള ഒരു തോന്നലൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ അതിനൊക്കെ കാരണം നിങ്ങളാണ്, നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്. അപ്പോൾ വലിയ താങ്ക്സ് ഉണ്ട്. ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിനേക്കാളും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് എനിക്ക് പുറമേ നിന്നാണ്. എനിക്കറിയാത്ത ഒരുപാട് പേരാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇപ്പോൾ കേട്ടോ. ഇനിയും എൻ്റെ ചാനൽ വളരുന്നു, പിന്നെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ, ഒരുപാട് കാലത്തെ പ്രയത്നങ്ങളാണ്. ഒരുപാട് കാലമായിട്ട് ഞാൻ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 വർഷത്തോളം ആവാനായി ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രതിഫലവും കിട്ടാതെ കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഏണിങ്സ് വന്ന് തുടങ്ങിയത്. നമ്മൾ കുറേ കഷ്ടപ്പെട്ടാലാണല്ലോ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നവർക്കേ അതിൻ്റെ ഫലം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും എനിക്കും കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് നമുക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോഴും ഒരു നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള, പിന്നെ കുട്ടികളുടെ വളർച്ചയായാലും എന്തൊക്കെയായാലും നമ്മുടെ ജീവിതത്തിലുണ്ടായ സന്തോഷമായാലും സങ്കടമായാലും എല്ലാം നമുക്കിതിലൂടെ വീണ്ടും റിപ്പീറ്റായിട്ട് ഓർത്തെടുക്കാനും ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊരു സേവിങ്സ് കൂടിയാണ് സത്യം പറഞ്ഞാൽ, ഓർമ്മകളുടെ ഒരു കലവറ ആണെന്ന് പറയാം ഈ ഒരു ചാനൽ. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് വയസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് കാണുമ്പോൾ എപ്പോഴും ഇത് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കാണുമ്പോൾ ഒരു സുഖമാണ്, ഒരു രസമാണ്. പിന്നെന്താ പറയുക, പിന്നെ ഇതിലൂടെ എനിക്ക് കുറച്ച് പേയ്മെൻറ്റ്സ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് ഏണിങ്സ്, അതൊരു സുഖമാണല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോണത് തനുവിൻ്റെ അനിയനെ കാണാനാണെന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തി അതിൻ്റെ മുന്നേ ഉള്ള കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെന്താ പറയുക, അതിനിടയ്ക്ക് നമ്മൾ കുറേ സംസാരത്തിൽ പെട്ടു. അങ്ങനെ ഞങ്ങൾ പുറത്ത് ഭയങ്കര ചൂടാണ്. അനിയൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ കയറിയിട്ടോ. ലുലുവിൽ സാധനം വാങ്ങാൻ കയറിയതല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ AC-യിൽ ഒന്ന് കുറച്ച് നേരം നിൽക്കാമല്ലോ വിചാരിച്ചിട്ട് കയറിയതാണ്. എങ്ങനെ ചൂടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതേപോലെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിക്കവരും ചെയ്തിട്ടുണ്ടാവും. ചൂടിൽ നിന്ന് എസ്കേപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ATM-ൻ്റെ ഇതിലും പിന്നെ ഇതേപോലെ ഷോപ്സിലും ഒക്കെ കയറിയിട്ട് കുറച്ച് നേരം ഒന്ന് കൂളാവാമെന്ന് വിചാരിച്ച് കയറുന്നവരുണ്ടായിരിക്കും. അങ്ങനെ കൂളാവാൻ വേണ്ടിയിട്ട് കയറിയവരാണ് ഞങ്ങളും. അങ്ങനെ ഞങ്ങൾ കയറി. പിള്ളേരാണെന്നുണ്ടെങ്കിൽ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നന്ദുട്ടന് ഡ്രസ്സ് ഇങ്ങനെ വെറുതെ നോക്കാനിട്ട്, നമ്മൾ ഭയങ്കര റേറ്റാണ് ഇവിടെ. അപ്പോൾ വെറുതെ നോക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് കുറച്ച് വില കുറഞ്ഞ് എടുക്കണേക്കാളും ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ പറയണ്ടോ. പക്ഷെ വാങ്ങിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് കണ്ടോ, നാട്ടിലത്തെ 5000 6000 ഒക്കെ വരുന്നുണ്ട് ഈ ചെരുപ്പിനൊക്കെ കേട്ടോ. അപ്പോൾ ഇതിന് 300 സംതിങ് ആണ്. അപ്പോൾ ഏട്ടൻ പറയാ നാട്ടിലത്തെ ഒരു 7000 8000 ഉറുപ്പ്യേൻ്റെ അടുത്തുണ്ട് ആ ഒരു ഷൂന് കേട്ടോ. ഈശ്വര, തല കറങ്ങിപ്പോയി അത് കണ്ടപ്പോൾ. അപ്പോൾ ആമിക്കുട്ടി ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആമിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ നന്ദുട്ടനാണെങ്കിലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടനോട് ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കുറേ വിലേൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, പറയരുത് എന്നൊക്കെ. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുക മീൻസ് ഇവിടെ നിൽക്കണമെങ്കിൽ കുറച്ച് ക്യാഷ് ആവശ്യമാണല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും സെലക്ട് ചെയ്തതെന്ന് പൊതുവെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും, മക്കൾക്ക് എല്ലാവർക്കും ഞങ്ങൾ രണ്ട് അമ്മമാരും ഇരുന്നിട്ട് കൊടുക്കുന്ന ക്ലാസ്സസാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടുവച്ചു ആൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടേക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തനുവിൻ്റെ അനിയനാണ് നിൽക്കുന്നത് കേട്ടോ, ബാഗൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ അവൻ വന്നപ്പോൾ അവർ കുറച്ച് നേരം അവിടെ നിന്നിട്ട് സംസാരിച്ചു. പിന്നെ നന്ദുട്ടനെ അവിടെ നിന്ന് 2 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്ദുട്ടൻ നമ്മൾ നാട്ടിൽ നിന്ന് ഡ്രസ്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, കയ്യിലുണ്ടായിരുന്ന പുതിയ ഡ്രസ്സസൊക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ടീഷർട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ പോണത് ഇനി ഡേ ടു ഡേക്കാണ് കേട്ടോ. അവിടുത്തെ ഏറ്റവും വലിയ ഡേ ടു ഡേ ആണെന്നാണ് പറയുന്നത്. കുറേ സാധനങ്ങൾ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടും. നല്ല സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ക്യാഷ് കുറവാണ്, അതാണ് ഇവിടുത്തെ ഒരു ഇത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഡേ ടു ഡേയിലെത്തി.
അപ്പോൾ അവിടുന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, തനുവിൻ്റെ അനിയൻ നന്ദുട്ടനൊരു കാറൊക്കെ വാങ്ങി തന്നു. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളതും, പിന്നെ എന്താ പറയുക, എനിക്കൊരു ജീൻസ് എടുക്കാനുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ഏട്ടന് ഷർട്ട് എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവളെ അനിയൻ പോയി, ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബിൽഡിങ്സിൽ ബുർജ് ഖലീഫൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ ഇപ്രാവശ്യം. കഴിഞ്ഞ തവണ വന്ന സമയത്ത് അവിടെയൊക്കെ പോയതായിരുന്നു. അപ്പോൾ സെയിം സാധനങ്ങളല്ലേ വീണ്ടും കാണുന്നത്. അപ്പോൾ ഭയങ്കര ക്യാഷും വേണം, അങ്ങോട്ട് ടിക്കറ്റും വേണം. നമ്മൾ കാണാത്ത സ്ഥലമല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വെറുതെ ക്യാഷ് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോയിട്ടേ ഇല്ല. പിന്നെ ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ, കാരണം കണ്ട സാധനം തന്നെ കാണാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ ക്യാഷ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് പെടുത്താലോ. അപ്പോൾ വെറുതെ ക്യാഷ് കളയേണ്ട വിചാരിച്ചിട്ട് അവിടേക്കൊന്നും പോയില്ലായിരുന്നു. പിന്നെ ദുബായ് ഫ്രെയിം അതൊക്കെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നേരത്തെ ഞങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിങ്ങനെ ഇതായിട്ടോ, അത്രമാത്രം. അതിനുശേഷം നമ്മൾ സഫാരി മാൾ കയറിയിട്ട് കുറച്ച് നേരം പിള്ളേരെ അവിടെ കളിക്കാൻ വിട്ടു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നന്ദുട്ടൻ എത്തിയ പാടൊന്നും കളിക്കാൻ പോയില്ല, ഞങ്ങളുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ പറഞ്ഞ അച്ഛനും മോനും കൂടി എന്തോ ഒരു കശപിശ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നന്ദുട്ടൻ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ആൾ പിന്നെയും ഓക്കെ ആയി പോയി, കളിക്കാനായിട്ട് പോയി. ആമിയും ഏതോ ഒരു കുട്ടിയും കൂടി അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കളിക്കാൻ പോയ ചാൻസിൽ നമ്മുടെ ദേവുവിൻ്റെ അച്ഛനും ദേവും നന്ദുട്ടനും കൂടി പോയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ക്യാഷ് ഉണ്ടായി. ഞങ്ങൾ കുറേ ചീത്തൊക്കെ പറഞ്ഞിട്ട് നല്ല ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് ഇതൊക്കെ വാങ്ങിയോണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഐസ്ക്രീം കഴിക്കാം, നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ പിന്നെന്താ പറയുക, ലാസ്റ്റ് റൂമിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. ഇന്ന് ഓഫ് ഡേ അല്ലേ, അപ്പോൾ എന്തായാലും ലേറ്റ് ആവുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വ്ളോഗ്. അപ്പം ഭയങ്കര ഇപ്പോൾ നല്ല സന്തോഷമായിട്ട് പോണു. പക്ഷെ മനസ്സിൽ വീണ്ടും എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട്. സോ രണ്ടിൻ്റെയും ഒരു നടുക്കാണ് ഇപ്പം ഞാൻ കേട്ടോ. സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നടുക്ക് നിൽക്കുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതേപോലത്തെ കുറച്ച് സംഭവങ്ങൾ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം എന്ന് പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.